ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതേ കാശിക്കുട്ടൻ ഡിസ്ചാർജ് ആയിട്ടുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ കാശിക്കുട്ടൻ അവിടെ ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ആ കുട്ടിയായിട്ടൊക്കെ നല്ല കമ്പനിയായി. അപ്പോൾ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നേരെ പോയത് കാശിയുടെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. മുടിയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ വിടാമെന്ന് വിചാരിക്കണു. കാരണം ഒരാഴ്ച ആൾ ലീവായിരുന്നു. ഒരാഴ്ചയല്ല, ഒരാഴ്ചയോളം ലീവായിരുന്നു ആൾ. അവർക്ക് പോർഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ റിവിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എക്സാമൊക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ കാശീനെ അമ്പലത്തിലൊക്കെ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പുള്ളി ആദ്യം നോക്കിയത് പുള്ളിയുടെ ടോയ്സൊക്കെ അങ്ങനെ തന്നെ ഉണ്ടോയെന്നാണ് കേട്ടോ. എല്ലാം ഒരു ചാക്കിനകത്ത് കെട്ടി വെച്ചേക്കുമായിരുന്നു. അതൊക്കെ അഴിച്ചത് ചാക്കിനകത്ത് കിടന്നാണ് കേട്ടോ എല്ലാം എടുത്ത് വെളിയിലേക്ക് ഇടുന്നത്. ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ 2 ടോയ്സ് പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അത് വേണ്ട കേട്ടോ, വേറെ എന്തൊക്കെയോ ആണ് നോക്കണത്. പുള്ളി എത്ര പഴയതാണെങ്കിലും പൊട്ടിയതാണെങ്കിലും ചെറിയൊരു എന്താ പറയുക, വളരെ പുട്ടുപോലത്തെ സാധനമാണെങ്കിലും പുള്ളി അത് സൂക്ഷിച്ച് വെക്കും. പുള്ളി സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. കാരണം എപ്പോഴാണെങ്കിലും അത് ചോദിക്കുകയും കിട്ടിയില്ല, ഭയങ്കര ബഹളമാണ്. ഇപ്പം എന്തോ ചെറിയൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും നേരം കിടന്ന് തപ്പിയത് കേട്ടോ. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തോ ഒരു സംഭവത്തിൻ്റെ ഏതോ ഒരു ടോയ്സിൻ്റെ പകുതി, അതാണ് പുള്ളി ഇത്രയും നേരം കിടന്ന് തപ്പിയത്. അത് കിട്ടിയിട്ടുണ്ട്. എത്ര പഴയതാണെങ്കിലും ചിലപ്പോൾ ചെറിയ സ്പൂണൊക്കെ ഉണ്ടാവുമല്ലോ പിള്ളേർ കളിക്കണം, അതൊക്കെ ഉണ്ട് ആൾക്ക്. അത് പൊട്ടി അതിൻ്റെ പകുതിയേ കാണുള്ളൂ, എന്നാലും ആൾക്കത് വേണം. അതിലും എത്രയോ നല്ല ടോയ്സ് കയ്യിലുണ്ടാവും, എന്നാലും കാശിക്ക് അത് വേണം കേട്ടോ. അതുകൊണ്ട് തന്നെ കാശിയുടെ ഏതെങ്കിലും ഒരു ടോയ്സ് പൊളിഞ്ഞ് തവിട് പൊടിയായാലും നമ്മളത് തൂത്തുവാരി എടുത്ത് വെച്ചേക്കും കേട്ടോ. അതിൻ്റെ ഒരു പൊടി പോലും കാണാണ്ട് പോയാൽ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളത് എടുത്ത് വെക്കും. അങ്ങനെയുള്ള ടോയ്സിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇതേ കാശിയുടെ അടുത്ത് വെച്ചേക്കണത് കേട്ടോ. ആൾ ഒന്നും പുള്ളിക്ക് കളയാൻ ഇഷ്ടമില്ല, എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനാണ് കാശിക്ക് ഇഷ്ടം.